ഹായ് ഗൈസ്, മൈ നെയിം ഈസ് രാജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HIV-യുടെ ലാബ് ഡയഗ്നോസിനെ കുറിച്ചാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ HIV-യുടെ മോർഫോളജി, ആൻറ്റിജൻസ്, ജീൻ പാർട്ട് 1 ആയിട്ട് ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതിനുശേഷം HIV-യുടെ ട്രാൻസ്മിഷൻ, പത്തോജൻസിസ്, ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പാർട്ട് 2 ആയിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു. ആൻഡ് ടുഡേ ഈസ് പാർട്ട് 3. നമുക്ക് തുടങ്ങാം. HIV-യുടെ ലാബ് ഡയഗ്നോസിസിൽ ഒരു പേഷ്യൻറ്റ് HIV പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണോ എന്ന് പറയാൻ നമ്മൾ ഒരിക്കലും ഒരൊറ്റ സിംഗിൾ ടെസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാറില്ല. അതിന് കാരണം ഇപ്പോൾ എയർലി ഇൻഫെക്ഷൻ്റെ സമയത്തോ, പ്രഗ്നൻസിയുടെ സമയത്തോ, ക്രോണിക് ഇൻഫെക്ഷൻ ഉള്ള സമയത്തോ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ള സമയത്തോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ എറേഴ്സ് കാരണമോ ഈ ഒരു സിംഗിൾ ടെസ്റ്റ് ചിലപ്പോൾ ഫോൾസ് പോസിറ്റീവോ ഫോൾസ് നെഗറ്റീവോ ഒക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കൂടെ ആക്യുറേറ്റും റിലയബിളും ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു സ്റ്റെപ്പ് വൈസ് ആയിട്ട് മൾട്ടിപ്പിൾ കാറ്റഗറി ഓഫ് HIV ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഒരു HIV സസ്പെക്റ്റ് ചെയ്യുന്ന പേഷ്യൻ്റ് സാമ്പിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് ആയിരിക്കും. ഈ ടെസ്റ്റുകൾ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും, പക്ഷേ ലെസ് സ്പെസിഫിക് ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് HIV പോസിറ്റീവ് ആയിട്ടുള്ള ഒരൊറ്റ പേഷ്യൻറ്റിൻ്റെ സാമ്പിൾ പോലും നമുക്ക് മിസ്സാവരുത്. സോ മെജോറിറ്റി ഓഫ് പോസിറ്റീവ് കേസുകളും നമുക്കിവിടെ ഡിറ്റക്റ്റ് ചെയ്യും. ബട്ട് ചില സമയങ്ങളിൽ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് കൂടെ കിട്ടാറുണ്ട്. അതിപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. സ്ക്രീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് സപ്ലിമെൻ്റൽ ടെസ്റ്റുകളായിരിക്കും. അതായത് സ്ക്രീനിങ്ങിൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി, ആ കിട്ടിയിരിക്കുന്നത് ശരിക്കും പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടാണോ അല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് ആണോ എന്ന് നമുക്ക് ഈ ഒരു സപ്ലിമെൻ്റൽ ടെസ്റ്റിലൂടെ കൺഫേം ചെയ്യാൻ പറ്റും. ഇവിടെയും ഇപ്പോൾ എയർലി ഇൻഫെക്ഷൻ്റെ ഒക്കെ സമയത്താണെങ്കിൽ ഫോൾസ് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ദ തേർഡ് ആൻഡ് ഫൈനൽ കാറ്റഗറി ഓഫ് ടെസ്റ്റുകളാണ് കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ ഒരു HIV-യുടെ ജെനറ്റിക് മെറ്റീരിയലിനെ ഡിറ്റക്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. അതുകൂടാണ്ട് ഈ വൈറസിൻ്റെ പ്രസൻസ് കാണിക്കുന്ന പ്രോട്ടീൻസോ വൈറോൺസോ അവരുടെ എന്തെങ്കിലും എൻസൈമിൻ്റെ ആക്ടിവിറ്റിയോ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വൈറസ് പ്രസൻ്റ് ആണെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊക്കെ കൺഫർമേറ്ററി ടെസ്റ്റിന് കീഴിൽ വരുന്നതാണ്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്ക്രീനിങ് ടെസ്റ്റ്. 2 ടൈപ്പ് സ്ക്രീനിങ് ടെസ്റ്റുകളാണ് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് എലൈസ ബേസ്ഡ് കിറ്റ് മെത്തേഡ്സ് ആണ്. ഇതിൽ എലൈസയുടെ ഏത് ടൈപ്പ് വേണമെങ്കിലും ഈ ഒരു കിറ്റിൽ നമ്മൾ യൂസ് ചെയ്യാം. ഡയറക്റ്റ് മെത്തേഡ് ആവാം, ഇൻഡയറക്റ്റ് മെത്തേഡ് ആവാം, സാൻഡ്വിച്ച് മെത്തേഡും ആവാം. ഇവർ റിസൾട്ട് തരാൻ വേണ്ടി 2 തൊട്ട് 3 മണിക്കൂർ വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന കിറ്റ് എന്ന് പറയാൻ നേരത്ത് ഫസ്റ്റ് ജനറേഷൻ കിറ്റായിരുന്നു. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് എലൈസക്കെതിരെയുള്ള IgG ആൻറ്റിബോഡി മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നീട് സെക്കൻഡ് ജനറേഷൻ വരാൻ തുടങ്ങി, ഇവരും IgG മാത്രമേ ഡിറ്റക്റ്റ് ചെയ്യത്തുള്ളൂ. അത് രണ്ടും ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ നിലവിൽ തേർഡ് ജനറേഷൻ ആൻഡ് മോസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് 4th ജനറേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തേർഡ് ജനറേഷനിലെന്ന് പറയാൻ നേരത്ത് ഈ HIV-ക്കെതിരെയുള്ള IgGയും IgMും ആൻറ്റിബോഡി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുമായിരുന്നു യൂസിങ് റീകോമ്പിനൻറ്റ് ആൻറ്റിജൻ പെപ്റ്റൈഡ് ഉപയോഗിച്ചിട്ട്. 4th ജനറേഷൻ കിറ്റിലെന്ന് പറയാൻ നേരത്ത് HIV-ക്കെതിരെയുള്ള ആൻറ്റിബോഡി മാത്രമല്ല, അതായത് ബോത്ത് IgG ആൻഡ് IgM ആൻറ്റിബോഡി മാത്രമല്ല, P24 ആൻറ്റിജനും കൂടെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യും. ഈ ഒരു ആൻറ്റിജൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മോണോക്ലോണൽ ആൻറ്റിബോഡി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്ന് പറയാൻ നേരത്ത് റാപ്പിഡ് ടെസ്റ്റുകളായിരിക്കും. ഇവർ 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ദേ ആർ ഡോട്ട് ബ്ലോട്ട് അസേ, ഇമ്മ്യൂണോക്രോമാറ്റോഗ്രഫി ടെസ്റ്റ്, പാർട്ടിക്കൽ അഗ്ലൂട്ടിനേഷൻ അസേ യൂസിങ് ലാക്ടസ്, ജെലാറ്റിൻ ഓർ RBC പാർട്ടിക്കിൾസ്, ഡിപ്സ്റ്റിക് അസേ ഓർ കൂംസ് ടെസ്റ്റ്. അപ്പോൾ ഇവരെല്ലാം 30 മിനിറ്റിനുള്ളിൽ നമുക്ക് റിസൾട്ട് തരും. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ റാപ്പിഡ് ടെസ്റ്റുകൾ ചെയ്യാം. ബട്ട് സെൻസിറ്റിവിറ്റിയും സ്പെസിഫിസിറ്റിയും ഇവരെക്കാളും കൂടുതലാണ് നമ്മുടെ എലൈസ ബേസ്ഡ് സ്ക്രീനിങ് ടെസ്റ്റുകൾക്ക്. നെക്സ്റ്റ് ഈസ് സപ്ലിമെൻ്റൽ ടെസ്റ്റ്. 2 ടൈപ്പ് സപ്ലിമെൻ്റൽ ടെസ്റ്റുകളാണ് HIV ഡയഗ്നോസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെസ്റ്റേൺ ബ്ലോട്ട്, സെക്കൻഡ് വൺ ഈസ് അതല്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ലൈൻ ഇമ്മ്യൂണോ അസേ എന്ന് പറയും. അത് നോട്ടി കൊടുത്തിട്ടില്ല, നിങ്ങൾ എവിടെയെങ്കിലും എഴുതിയെടുത്തോണം, ലൈൻ ഇമ്മ്യൂണോ അസേ. അപ്പോൾ വെസ്റ്റേൺ ബ്ലോട്ടിൽ ഇവിടെ ബാൻസ് ആയിരിക്കും നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. ലൈൻ ഇമ്മ്യൂണോ അസേയിൽ ലൈൻ വന്നോ ഇല്ല എന്നായിരിക്കും നമ്മൾ നോക്കുന്നത്. വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറയാൻ നേരത്ത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ NACO റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. അവരുടെ പ്രിൻസിപ്പൾ എന്ന് പറയാൻ നേരത്ത് ഇമ്മ്യൂണോ ബ്ലോട്ട് ടെക്നിക്കാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് HIV-യുടെ ഗാഗ് ജീൻ, പോൾ ജീൻ, ENV ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻസിന് എതിരെയുള്ള ആൻറ്റിബോഡീനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഗാഗ്, പോൾ, ENV ജീൻ്റെയൊക്കെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഓരോ ടൈപ്പ് പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ എടുത്തായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കിടപ്പുണ്ട്, നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാ പ്രോട്ടീൻസിനെതിരെയുള്ള ആൻറ്റിബോഡി നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു വെസ്റ്റേൺ ബ്ലോട്ട് ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട്. ഇവിടെ ഈ ആൻറ്റിജൻസ് പ്രസൻ്റ് ആണോ അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നൈട്രോ സെല്ലുലോസ് മെംബ്രെയിനിൽ ബാൻസ് ഫോം ചെയ്യും. ഈ ആൻറ്റിജൻ പ്രസൻ്റ് ആണെങ്കിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് അതാണ് ഈ ബാൻസ് ആയിട്ട് കാണപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. WHO ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് അറ്റ്ലീസ്റ്റ് 2 എൻവലപ്പ് ബാൻസ് എങ്കിലും പോസിറ്റീവ് തന്നാൽ മാത്രമേ HIV പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ എൻവലപ്പിൽ കാണപ്പെടുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ 120 അല്ലെ ഗ്ലൈക്കോപ്രോട്ടീൻ 41 അല്ലെങ്കിൽ GP160. അപ്പോൾ നിങ്ങൾ ഓർക്കും എൻവലപ്പിൽ 2 പ്രോട്ടീനുള്ളൂ, GP160 എവിടെ വന്നതെന്ന്. അപ്പോൾ അതറിയണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടേ മതിയാവും. അപ്പോൾ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 സാധനം പോസിറ്റീവ് തന്നാൽ മാത്രമേ HIV പോസിറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആസ് പെർ WHO ക്രൈറ്റീരിയ. ആൻഡ് ഫൈനലി നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റുകൾ കഴിഞ്ഞ് സപ്ലിമെൻ്റൽ ടെസ്റ്റുകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് കൺഫർമേറ്ററി ടെസ്റ്റുകളായിരിക്കും. ഇതിൽ വരുന്ന ടെസ്റ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മുടെ സ്ക്രീനിങ്ങിലും സപ്ലിമെൻ്റൽ ടെസ്റ്റുകളിലും പോസിറ്റീവ് കിട്ടിയ റിപ്പോർട്ടിനെ നമ്മളൊന്നും കൂടെ കൺഫേം ചെയ്യുന്നത്. യുത്തി പോസിറ്റീവ് കിട്ടിയ സംഭവം പക്ക HIV ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ ഈസ് P24 ആൻറ്റിജൻ ഡിറ്റക്ഷൻ. ഇത് ആൻറ്റിജനാണ്. നിങ്ങൾ പറയും ജെനറ്റിക് മെറ്റീരിയൽ അല്ലെങ്കിൽ വൈറൽ കൾച്ചറല്ലേ ഞാൻ പറഞ്ഞിരുന്നതെന്ന്. പല
പഴയ ബുക്കുകളിലും പല റെഫറൻസുകളിലും P24 ആൻറ്റിജനും കൂടെ കൺഫർമേറ്ററി ടെസ്റ്റിൽ ഉൾപ്പെടുത്താറുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ P24 ആൻറ്റിജൻ നമ്മുടെ സെറത്തിൽ പ്രസൻ്റ് ആണെങ്കിൽ അതിനർത്ഥം വൈറസ് നമ്മുടെ സെറത്തിലുണ്ടെന്നാണല്ലോ. അതാണ് കൺഫർമേഷന് വേണ്ടിയിട്ട് ഈ P24 ആൻറ്റിജൻ ഉപയോഗിക്കുന്നതിൻ്റെ ലോജിക്ക് എന്ന് പറയാൻ നേരത്ത്. ഈ ഒരു ആൻറ്റിജൻ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തൊരു 12 to 26 ഡേയ്സ് വരെ നമ്മുടെ സെറത്തിൽ പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റിലെ 4th ജനറേഷൻ എലൈസ കിറ്റുകൾക്കും ഈ ഒരു P24 ആൻറ്റിജനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ ഫ്രീ P24 ആൻറ്റിജൻ ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. കാരണം എയർലി ഇൻഫെക്ഷൻസിൽ ഈ P24 ആൻറ്റിജനെതിരെയുള്ള ആൻറ്റിബോഡി പ്രൊഡ്യൂസായി കാണത്തില്ല. പക്ഷേ ഈ കൺഫർമേറ്ററി ടെസ്റ്റ് ചെയ്യാൻ നേരത്ത് അവിടെയുള്ള P24 ആൻറ്റിജൻ ഡിറ്റക്ഷനിൽ അത്യാവശ്യം എയർലി സ്റ്റേജൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഈ P24 ആൻറ്റിജനും ആൻറ്റിബോഡിയും കൂടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തിരിക്കും. ആ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ബ്ലഡിൽ നിന്ന് എലിമിനേറ്റ് ആക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ P24 ആൻറ്റിജൻ ഫ്രീ അല്ല, നമുക്കിതിനെ ഡിറ്റക്ട് ചെയ്യാൻ ആ സ്ക്രീനിങ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ പറ്റത്തില്ല. ബട്ട് ഈ കൺഫർമേറ്ററി ടെസ്റ്റിലെ P24 ആൻറ്റിജൻ ഡിറ്റക്ഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ആൻറ്റിജൻ ഡിസോസിയേഷൻ അസേ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കോംപ്ലക്സിൽ നിന്നും P24 ആൻറ്റിജനെ ലിബറേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് 4th ജനറേഷൻ എലൈസ കിറ്റ് ഉപയോഗിച്ചിട്ട് ആ P24 ആൻറ്റിജനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു P24 ആൻറ്റിജൻ ഡിറ്റക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് HIV ഉണ്ടെന്ന് കൺഫേം ചെയ്യാൻ നമുക്ക് പറ്റും. കാരണം ഇപ്പോൾ ആൻറ്റിബോഡിയൊക്കെ ആണെങ്കിൽ വല്ല ആൻറ്റിബോഡി ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണെങ്കിൽ അത് വല്ല ഓട്ടോ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കാരണം അല്ലെങ്കിൽ ക്രോണിക് ഇൻഫെക്ഷൻ കാരണം എന്നൊക്കെ നമുക്ക് പറയാം. P24 ആൻറ്റിജൻ അങ്ങനെയല്ല, HIV മാത്രമേ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബോഡിയിൽ HIV ഉണ്ടെങ്കിൽ മാത്രമേ സാധനം കാണത്തുള്ളൂ. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ കൺഫർമേറ്ററി ടെസ്റ്റ്. പിന്നെ നമ്മുടെ വിൻഡോ പീരീഡിൽ HIVയുടെ വിൻഡോ പീരീഡ് 3 weeks to 12 weeks ആണ്. ആ ഒരു കാലയളവിൽ നമ്മുടെ ബോഡിയിൽ HIVക്കെതിരെയുള്ള ആൻറ്റിബോഡിയൊക്കെ പ്രൊഡ്യൂസായി വരുന്നുള്ളൂ. മെജോറിറ്റി ഓഫ് കൺവെൻഷണൽ ടെസ്റ്റുകളും നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. ബട്ട് ഈ ഒരു ടൈം പീരീഡിൽ ഇൻഫെക്ഷൻ വന്ന് 12 തൊട്ട് 26 ദിവസത്തിനുള്ളിൽ ഈ P24 ആൻറ്റിജൻ മാത്രം പോസിറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് HIVനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസീസ് പ്രോഗ്രഷൻ മോണിറ്റർ ചെയ്യാൻ പറ്റും. കാരണം ആദ്യം നമുക്കിപ്പോൾ 12 to 26 ദിവസത്തിനുള്ളിൽ P24 ആൻറ്റിജൻ നമ്മൾ ഡിറ്റക്ട് ചെയ്തു. ഇപ്പോൾ ഒരു 26 ദിവസമൊക്കെ കഴിയുകയാണെങ്കിൽ P24 ആൻറ്റിജൻ ഡിറ്റക്ഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ ഒരു ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട് 26 ദിവസം കഴിഞ്ഞെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഡിസീസിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ സെക്കൻഡ് കൺഫർമേറ്ററി ടെസ്റ്റ് ഈസ് വൈറൽ RNA ഡിറ്റക്ഷൻ. ഇത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഫോർ HIV ഡിറ്റക്ഷൻ ആണ്. മറ്റേ സപ്ലിമെൻ്ററി ടെസ്റ്റിൽ വെസ്റ്റേൺ ബ്ലോട്ട് ഉണ്ടായിരുന്നു, അത് നാക്കോ റെക്കമെൻഡഡ് മെത്തേഡായിരുന്നു. ഈ കൺഫർമേറ്ററി ടെസ്റ്റിലെ വൈറൽ RNA ഡിറ്റക്ഷനാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. HIV എന്ന് പറയാൻ നേരത്തെ അറിയാമല്ലോ, ഒരു RNA വൈറസ് ആണ്. അപ്പോൾ ആ ഒരു HIVയുടെ RNAയിലുള്ള നമ്മുടെ ടാർഗറ്റ് ജീൻ എന്ന് പറയാൻ നേരത്ത് പോൾ ജീൻ, എൻവലപ്പ് ജീൻ, ഇവറ്റകളെ ഡിറ്റക്ട് ചെയ്യുന്നതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് RT-PCR റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ഉപയോഗിക്കാം, റിയൽ ടൈം RT-PCR ഉപയോഗിക്കാം, ബ്രാഞ്ചഡ് DNA അസേ അല്ലെങ്കിൽ ന്യൂക്ലിക് ആസിഡ് സീക്വൻസ് ബേസ്ഡ് ആംപ്ലിഫിക്കേഷൻ, ഈ വക മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു വൈറൽ RNA ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വൈറൽ RNA ഡിറ്റക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ നേരത്ത് ഹൈലി സെൻസിറ്റീവാണ്, സ്പെസിഫിക്കുമാണ്. പിന്നെ വിൻഡോ പീരീഡിൽ, അതായത് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടൊരു 10 to 33 ഡേയ്സിനുള്ളിൽ നമുക്ക് വൈറസ് ഉണ്ടോ ഇല്ലയോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. പിന്നെ HIV-1നെയും HIV-2നെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ ജനറ്റിക് മെറ്റീരിയലാണ് അനലൈസ് ചെയ്യുന്നത്, ജസ്റ്റ് ആൻറ്റിബോഡി അല്ല. ആൻറ്റിബോഡിയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പറ്റണമെന്നില്ല. ഇവിടെ 1നെയും 2നെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിയൽ ടൈം RT-PCR ഉപയോഗിക്കുന്നുണ്ട് തന്നെ വൈറൽ ലോഡ് എന്തോരം ഉണ്ടെന്ന്, ദ ക്വാണ്ടിറ്റി ഓഫ് വൈറസ് ഇൻ അവർ ബോഡി നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ DNA PCR ആണ്. ഇവിടെ നമ്മുടെ പ്രോ വൈറൽ DNA ഡിറ്റക്ഷൻ ആയിരിക്കും നടത്തുന്നത്. എന്നുദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ HIV RNA നമ്മുടെ ഹോസ്റ്റ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലോട്ട് കയറി കഴിഞ്ഞാൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന HIV-യുടെ എൻസൈം ഉപയോഗിച്ചിട്ട് ആ ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് RNA ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആക്കിപ്പെടും. എന്നിട്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹോസ്റ്റ് സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് കയറിയ ഇൻ്റഗ്രേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ സഹായത്തോടുകൂടി ഹോസ്റ്റ് സെല്ലിൻ്റെ ജനറ്റിക് മെറ്റീരിയലായിട്ട്, അതായത് ക്രോമോസോമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെടും. ഈ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന വൈറൽ DNA-നെയാണ് പ്രോ വൈറസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ആ ഒരു പ്രോ വൈറസിനായിരിക്കും നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് DNA PCR ഉപയോഗിച്ചുകൊണ്ട്. ഇത് കൂടുതലും പീഡിയാട്രിക് പേഷ്യൻസിന് HIV ഉണ്ടോ ഇല്ലയെന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ ന്യൂലി ബോൺ ബേബീസിനൊക്കെ അവരുടെ ബോഡിയിൽ അമ്മയിൽ നിന്നുള്ള മെറ്റേണൽ IgG പ്ലാസൻ്റ ക്രോസ് ചെയ്ത് ഇഷ്ടംപോലെ അവരുടെ ബോഡിയിൽ കാണും. അപ്പോൾ നമ്മൾ ആൻറ്റിബോഡി ടെസ്റ്റുകളാണ് പൊതുവെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുവരെ ഫോൾസ് പോസിറ്റീവ് തരാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ആ ഒരു ഇൻഫൻസിന് HIV വൈറസ് അവരുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ആൻറ്റിബോഡി ഇപ്പോൾ അമ്മയുടെ ബോഡിയിൽ നിന്നുള്ള ആൻറ്റിബോഡിയാണ് ഈ ഇൻഫൻസിൽ കാണപ്പെടുന്നത്, അല്ലാണ്ട് ഇൻഫൻസിൻ്റെ ബോഡിയിൽ തന്നെ പ്രൊഡ്യൂസ് ആയിരിക്കുന്ന ആൻറ്റിബോഡി അല്ല. സോ അവിടെ ഒരു എന്തായിരുന്നു മിസ് ഡയഗ്നോസിസ് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണോളജിക്കൽ ടെസ്റ്റുകളൊക്കെ പൊതുവെ യൂസ് ചെയ്യത്തില്ല. എന്നാൽ പിന്നെ RNA PCR ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫൻസിലൊക്കെ ഈ വൈറൽ ലോഡ് വളരെ കുറവായിരിക്കും. നമ്മൾ RNA PCR പ്ലാസ്മയിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്ന ഈ ഒരു HIV-യുടെ RNA ആയിരിക്കും ഡിറ്റക്ട് ചെയ്യുന്നത്. അത് ഈ ഇൻഫൻസിനൊക്കെ കുറവായിരിക്കും. സോ എപ്പോഴും നല്ലത് പീഡിയാട്രിക് കേസുകളിൽ DNA PCR ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നെക്സ്റ്റ് ഈസ് ദ 4th ടൈപ്പ് ഓഫ് കൺഫർമേറ്ററി ടെസ്റ്റ് വിച്ച് ഈസ് വൈറൽ കൾച്ചറാണ്. ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെത്തേഡ്സ് ഉണ്ട്. ഒരു ഡയറക്റ്റ് മെത്തേഡും ഉണ്ട്, ഒരു ഇൻഡയറക്റ്റ് മെത്തേഡും ഉണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിൻ്റെ മറ്റൊരു പേര് കോ കൾട്ടിവേഷൻ മെത്തേഡ് എന്നാണ്. ഈ ഡയറക്റ്റ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ഉണ്ടല്ലോ, ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മോണോന്യൂക്ലിയർ സെൽസ്, അവരുടെ പെറിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് എടുത്തിട്ട് നമ്മൾ കൾച്ചർ ചെയ്യും. കൾച്ചർ ചെയ്തിട്ട് ആ ഒരു കൾച്ചറിൻ്റെ സൂപ്പർനേറ്റൻ്റ് എടുക്കും. എന്നിട്ട് ഈ സൂപ്പർനേറ്റൻറ്റിൽ P24 ആൻറ്റിജൻ ഉണ്ടോ, അല്ലെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം ഉണ്ടോ, അല്ലെങ്കിൽ ഇവർ ഈ കൾച്ചർ ചെയ്തിരിക്കുന്ന സെൽ ലൈൻസിലുണ്ടല്ലോ സിങ്തിയ ഫോർമേഷൻ ഉണ്ടോ ഇല്ല എന്നൊക്കെ നോക്കും. സിങ്തിയ ഫോർമേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 3-4 സെല്ലുകൾ ഒരുമിച്ച് ഫ്യൂസ് ചെയ്തിരിക്കും. എന്നിട്ട് അവർക്ക് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള ഒരു സെല്ലായിട്ട് കാണപ്പെടും. അതിനാണ് സിങ്തിയ ഫോർമേഷൻ ഇൻ ഇൻഫെക്റ്റഡ് സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പെറിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസിനെ കൾച്ചർ ചെയ്യാൻ നേരത്ത് ഒരു മൈറ്റോജൻ യൂസ് ചെയ്യും. മൈറ്റോജൻ്റെ പേര് ഫൈറ്റോ ഹീമഗ്ലൂട്ടിനിൻ എന്നാണ്. അത് ഈ വൈറസിൻ്റെ റെപ്ലിക്കേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റോ ഹീമഗ്ലൂട്ടിനിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് മാത്രമായിട്ട് ഒരു വോൾ ബ്ലഡിൽ നിന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിക്കോൾ പേക്ക് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡെൻസിറ്റി അനുസരിച്ചിട്ട് സെൽസ് എല്ലാം സെപ്പറേറ്റ് ആക്കപ്പെടും. എർത്രോസൈറ്റ്സ്, ഗ്രാനുലോസൈറ്റ്സ്, പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ്, പ്ലാസ്മ എന്നിങ്ങനെ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കും. അതിൽ നിന്നും പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് മാത്രം നമ്മളെടുത്ത് കൾച്ചർ ചെയ്യുന്നുള്ളേ. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൽ പറയുന്നത്. പിന്നെ കോ കൾട്ടിവേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ പേര് ഓർക്കണം, കോ കൾട്ടിവേഷൻ. ഇവിടെ ഡയറക്റ്റ് മെത്തേഡിൽ ഇൻഫെക്റ്റഡ് പേഷ്യൻസിൻ്റെ പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് മാത്രം നമ്മൾ എടുക്കുന്നുള്ളായിരുന്നു. ഈ കോ കൾട്ടിവേഷൻ മെത്തേഡിൽ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. ബട്ട് അതിന് മുന്നേ ഒരു അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡോണറിൽ നിന്നും പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനെ ഈ ഫൈറ്റോ ഹീമഗ്ലൂട്ടിൻ എന്ന് പറയുന്ന ഒരു മൈറ്റോജനുമായിട്ട് ആദ്യം ഒരു 72 മണിക്കൂർ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കും. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഡയറക്റ്റ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റിൽ നിന്നും എടുക്കുന്ന പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസിലൊക്കെ കൂടുതലും ഈ പ്രോ വൈറൽ സ്റ്റേജിലായിരിക്കും വൈറസ് കാണപ്പെടുന്നത്. അതായത് അവിടെ മറ്റേ വൈറൽ DNA ഈ ഹോസ്റ്റ് സെല്ലിൻ്റെ ജിനോമുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ റെപ്ലിക്കേഷൻ വളരെ കുറവായിരിക്കും. പിന്നെ പല സെല്ലുകളും കൂടുതലും ഡാമേജ് ആയിട്ടിരിക്കുന്നവരായിരിക്കും, എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്നവരായിരിക്കും. അവിടെ വൈറൽ ലോഡ് പൊതുവെ സൂപ്പർനേറ്റൻറ്റിൽ കുറവായിരിക്കും. ബട്ട് ഈ കോ കൾട്ടിവേഷൻ മെത്തേഡിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസ് എടുത്തിട്ട് ഫൈറ്റോ ഹീമഗ്ലൂട്ടിനായിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആ ഒരു അവിടെയുള്ള ലിംഫോസൈറ്റ്സൊക്കെ ഹൈലി ആക്റ്റീവ് ആയിരിക്കും. നല്ല ആക്റ്റീവായിട്ടുള്ള റെപ്ലിക്കേഷൻ ആ സെല്ലുകളിൽ നടക്കും. ഈ ആക്റ്റീവ് റെപ്ലിക്കേഷൻ നടക്കുന്ന സെല്ലുകളുടെ പ്രത്യേകത എന്ന് പറയാൻ നേരത്ത് അവർ ഹൈലി സസെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ 72 മണിക്കൂർ കൾച്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസുമായിട്ട് ഇവർ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കാൻ നേരത്ത്, കൾച്ചർ ചെയ്യാൻ വെക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസിൽ നിന്നും വൈറസ് ആ ഹെൽത്തി ഡോണറിൻ്റെ പെരിഫറൽ ബ്ലഡ് മോണോന്യൂക്ലിയർ സെൽസിലോട്ട് സ്പ്രെഡ് ആവുന്നതായിരിക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ സൂപ്പർനേറ്റിനെ കളക്ട് ചെയ്യാൻ നേരത്ത് ഇത്തിരി കൂടെ വൈറൽ ലോഡ് കൂടുതൽ കാണും. സോ ഡയറക്റ്റ് മെത്തേഡിനേക്കാളും സെൻസിറ്റിവിറ്റി ഇവർക്ക് അല്പം കൂടുതലായിരിക്കും. ആൻഡ് ഫൈനലി നമ്മുടെ കൺഫർമേറ്ററി ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് നോൺ സ്പെസിഫിക് ടെസ്റ്റാണ്. ഇവർ HIV ഡയഗ്നോസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് HIV വൈറസിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിസീസിൻ്റെ പ്രോഗ്രഷൻ പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് CD4 T സെൽ കൗണ്ട്. ഇത് നമ്മുടെ HIV ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ പഠിച്ച ടൈമിൽ ഓരോ സ്റ്റേജസ് ഓഫ് HIV പഠിച്ചായിരുന്നു. അക്യൂട്ട് HIV, പിന്നെ ഏറ്റവും ലാസ്റ്റത്തത് എയ്ഡ്സ്. ഈ എയ്ഡ്സിലെന്നൊക്കെ പറയാൻ നേരത്ത് <200 CD4 T സെൽസോ ഉള്ളു. അപ്പോൾ അത്രയും കൗണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡ്സ് ആണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ HIV ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ >500 CD4 T സെൽസ് കാണും. അപ്പോൾ ഈ T സെൽസിൻ്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ CD4 T സെൽസിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോ സൈറ്റോമെട്രി എന്ന് പറയുന്ന മെത്തേഡ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രോട്ടീൻസ് ആയിട്ടുള്ള നിയോപ്റ്ററിനും β2 മൈക്രോഗ്ലോബിലിനും നമ്മൾ സെറത്തിൽ മെഷർ ചെയ്യും. ഈ നിയോപ്റ്ററിൻ എന്ന് പറയാൻ നേരത്ത് മാക്രോഫേജസ് ആക്ടിവേറ്റ് ആവാൻ നേരത്ത് റിലീസ് ആവുന്ന ഒരു പ്രോട്ടീനാണ്. പിന്നെ β2 മൈക്രോഗ്ലോബിലിൻ എന്ന് പറയാൻ നേരത്ത് ഈ ലിംഫോസൈറ്റിൽ നിന്നും റിലീസ് ആവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഈ HIV പത്തോജനസിസ് നമ്മളെ പഠിച്ചായിരുന്നു ക്രോണിക് ഇമ്മ്യൂൺ ആക്ടിവേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ മാക്രോഫേജസും ലിംഫോസൈറ്റ്സും കുറേ ആക്ടിവേറ്റ് ആവും. അപ്പോൾ ഈ നിയോപ്റ്ററിനും β2 മൈക്രോഗ്ലോബുലിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ സെറത്തിൽ അവരുടെ എമൗണ്ട് ഹൈ ആയിട്ട് കാണപ്പെടും. സോ ഇത് ഒരു നോൺ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് HIV ഡിസീസ് പ്രോഗ്രഷന്. അതിന് കാരണം മറ്റൊന്നുമല്ല, വേറെ പല അസുഖങ്ങളിലും ക്രോണിക് ഇമ്മ്യൂൺ ആക്ടിവേഷൻ ഉണ്ടാവാറുണ്ട്. എന്നിട്ട് ഈ ലിംഫോസൈറ്റ്സും മാക്രോഫേജസും ആക്ടിവേറ്റ് ആവാറുണ്ട്. എന്നിട്ട് സെറത്തിൽ നിയോപ്റ്ററിൻ്റെയും β2 മൈക്രോഗ്ലോബുലിൻ്റെയും എമൗണ്ട് കൂടാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അടുത്ത ക്ലാസ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ HIV ഡയഗ്നോസിസിലെ ലാസ്റ്റ് പാർട്ടായിരിക്കും. ദാറ്റ് ഈസ് നാക്കോ സ്ട്രാറ്റജി ഫോർ HIV ഡയഗ്നോസിസ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഓർ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ, ഇൻ കേസ് ഹാൻഡ് റൈറ്റിംഗ് വലുതാക്കണോ ഓർ സ്പീഡ് കൂട്ടണോ സ്പീഡ് കുറക്കണോ മറ്റെന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്.